യു ഐ ലവ് യു ഐ ലവ് യു മമ്മി. ഈ പാട്ടിനാണ് ഞങ്ങൾ ഡാൻസ് വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കോപ്പി റൈറ്റ്സ് ഉള്ളതുകൊണ്ട് ബാക്കിൽ സൗണ്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫുൾ ഡേ ഒന്നുമല്ല, കുട്ടീനെ സ്കൂളിലേക്ക് വിടുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ എന്നും രാവിലത്തെ ഒരു റൊട്ടീനാണ്. 8:30 ഞങ്ങൾ രണ്ടിരുന്ന് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവൾക്ക് പല്ല് തേക്കാനും കുളിക്കാനൊന്നും ഒട്ടും മടിയില്ല കേട്ടോ. അപ്പോൾ അത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു കഡിൽസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്നും അവൾക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ കുളി കഴിഞ്ഞ് വന്നൊരു തണുപ്പായിരിക്കുമല്ലോ നനഞ്ഞിട്ട്, അപ്പം എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചൂട് പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരം കളിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിനിപ്പോൾ ഡയപ്പറൊക്കെ മാറ്റി മുടിയൊക്കെ ചീകി, ഡ്രസ്സ് പിന്നെ ഞാൻ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഇടിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സിലൊക്കെ ആക്കും. ഡേ കെയറിൽ പോകാനുള്ളതല്ലേ. ഇത് അമ്പലത്തിൽ ഉത്സവം കേട്ടോ. അപ്പോൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ടല്ലോ, അവിടുന്ന് വാങ്ങിച്ചതായി ക്ലിപ്പ്. കുത്താനൊന്നും സമ്മതിക്കൊന്നുമില്ല. ഞാൻ കുത്തും, അവൾ അഴിക്കും, പിന്നെയും ഞാൻ കുത്തും, പിന്നെയും അവൾ അഴിക്കും. അങ്ങനെ എനിക്കിങ്ങനെ ഒരുക്കിയിട്ടൊക്കെ വിടണം എന്നാണ് ആഗ്രഹം. പക്ഷെ അവൾ തലയിൽ എന്ത് വെച്ചാലും അപ്പോൾ വലിച്ചു കുറച്ചെടുക്കും. പിന്നെ ഏട്ടനാണ് കൊണ്ടുവിടുന്നത്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊണ്ടാക്കാൻ വലിയ കുറച്ച് മടിയുണ്ട്, പിന്നെ വെയിലുണ്ടാവും. അപ്പോൾ ഞാൻ മാക്സിമം ഏട്ടനെ ഒഴിവുള്ളപ്പോഴൊക്കെ ഏട്ടനെ തള്ളി പറഞ്ഞ് വിടും. ഇന്നിപ്പോൾ എന്തായാലും ഏട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ, വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ മറ്റേ ഇതൊക്കെ എൻ്റെ പേജൊക്കെ ഉണ്ടല്ലോ, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിപ്പോൾ അവൾ തിരിച്ചെത്തി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കളിയാണ്. പാട്ടൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ കഴിക്കും, പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കും. അങ്ങനൊരു കളിയാണ് കേട്ടോ. ABCD EFG HIJK LMNOPQ UVW XYZ. Little star, how I wonder what you are, up above the world so high, like a diamond in ni kake kake കൂടിവിടി കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, ഔ കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞി കുഞ്ഞി നീ തരുമോ ഇല്ലതരില്ലി നെയ്യപ്പം, അയ്യോ കാക്കി പറ്റിച്ചോ. നീ ജോണി ലിറ്റിൽ സ്റ്റാർ അല്ലടാ, ജോണി യെസ് പപ്പ. ലിറ്റിൽ തായല്ലടി. ജോണി eating sugar, telling lies, no papa, open your mouth. അപ്പോൾ ആ വക ലഹളകളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കി എണീച്ച് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകാനുള്ളൊരു പരിപാടിയാണ്. ഉത്സവമാണെന്ന് പറഞ്ഞില്ലേ അമ്പലത്തിൽ. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസം ആറാട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവാം. അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ ഇപ്പം അതിന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ദേവിയാണ്, ഭദ്രകാളിയാണ്. ഭയങ്കര ഐശ്വര്യമുള്ളൊരു അമ്പലമാട്ടോ. എല്ലാ അമ്പലവും ഐശ്വര്യമുള്ള തന്നെ. പക്ഷെ എന്നാലും നമുക്ക് ഇത്രയും ഫ്രണ്ടിൽ തൊട്ടടുത്ത അമ്പലവും ഉത്സവം, അതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ നല്ലൊരു രസമാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഇതിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു രീതികളൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. ട്രിവാൻഡ്രം സൈഡ്, ഞാനവിടെ കോട്ടയ്ക്കൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു
ഇതിലാണ് കണ്ട് വളർന്ന് വന്നിട്ടുള്ളത്. അവിടെ ഇപ്പോൾ മെയിനായിട്ട് കച്ചേരി, വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ള ഡാൻസ്, പിന്നെ പൂരപ്പറമ്പുണ്ട്. അത് സെപ്പറേറ്റ് മറ്റേ ജയൻറ്റ് വീലും ഇതൊക്കെ ആയിട്ട്, എന്താ അതിൻ്റെ പേര് പറയുക, ഒരു വലിയ തോണിയില്ലേ ആടണ, അതൊക്കെ ആയിട്ടുള്ള ഇത് വേറെ ഉണ്ടാവും. അതല്ലാതെ അമ്പലത്തിൽ മെയിനായിട്ട് ഇങ്ങനെ കലാപരിപാടികളാണ് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഉണ്ടാവുക. പിന്നെ പഞ്ചവാദ്യം അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു തമിഴ് ടച്ചുള്ളൊരു സ്ഥലമാണല്ലോ ട്രിവാൻഡ്രം. അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ ലൈറ്റ് തൂക്കുക, അതൊക്കെയാണ് മെയിൻ. ലൈറ്റ് തൂക്കുക, പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാട്ടും മേളമൊക്കെ ആയിരിക്കും. വൈകുന്നേര സമയത്ത് എന്തെങ്കിലും പരിപാടി ചിലപ്പോൾ ഉണ്ടാവും. പകൽ സമയത്തൊക്കെ ഈ സിനിമാ പാട്ടൊക്കെ വെച്ചും കൊണ്ടാണ് ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ. അപ്പോൾ ഇപ്പം കുട്ടികളുടെ പരീക്ഷാ സമയം ആയതുകൊണ്ട് ഇപ്രാവശ്യം അമ്പലത്തിൽ വലിയ പാട്ടൊന്നും ഉണ്ടായിട്ടില്ല പകൽ സമയത്ത്. ഇല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ സിനിമാ പാട്ടാണ് ഇടുക അമ്പലത്തിൽ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ ആദ്യമൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു, കഥകളിയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. ഇപ്പോൾ അതിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല തോന്നുന്നുണ്ട്. ഡാൻസാണെന്ന് പോലും മനസ്സിലാവാത്തൊരു ഡാൻസായിരുന്നു ഇന്നലെ. പിന്നെ അത് വെറുതെ കണ്ടു നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടില്ല. നെക്സ്റ്റ് ഡേ പോയപ്പോൾ അവിടെ ഇതായിരുന്നു, ഓട്ടംതുള്ളലായിരുന്നു. അത് പിന്നെയും കുഴപ്പമില്ല. അത് അറിയണ ഒരു ആർട്ടിസ്റ്റ് ചെയ്യണോണ്ട് അതിൻ്റെ ഒരു വൃത്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ട് ഞാൻ റെയർലി ഒരു പ്രാവശ്യമായിട്ട് ഞാൻ കോട്ടയ്ക്കലുള്ള ഉത്സവത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ഇത്രയും ദൂരം ഉള്ളതല്ലേ, അപ്പോൾ ആ സമയത്ത് വീട്ടിലുണ്ടെങ്കിൽ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു ആംബിയൻസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കഥകളിയുടെ ഒരു ആംബിയൻസ്. അവിടെ അങ്ങനെ സംഭാരം വയ്ക്കും കുടിക്കാൻ വേണ്ടിയിട്ട് രാത്രി കഥകളി കാണാൻ ചെല്ലുമ്പോൾ. അപ്പോൾ അവിടുത്തെ ഒരു സ്മെല്ല്, ആ ആനപ്പിണ്ടിയുടെയും പിന്നെ ആ വിളക്കിൻ്റെ എണ്ണയുടെ ആ ഒരു മൊത്തത്തിലുള്ളൊരു അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. ഇവിടുത്തെ ഒരു രീതി അങ്ങനെയല്ല. ഇത് പിന്നെ തോറ്റമ്പാട്ട് എന്ന് പറയും കേട്ടോ. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം. അത് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ അവിടെ കോട്ടയ്ക്കൽ ഭാഗത്തൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. നല്ല ചൂടാണല്ലോ, വേർത്തിങ്ങനെ തലയൊക്കെ കുളിച്ച പോലെയായി. അപ്പോൾ 2 ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും എനിക്കും മസ്കുട്ടിക്കും ജലദോഷമായി, തല വേർത്തിട്ട്. പിന്നെ അപ്പോൾ ആദ്യത്തെ 2 ദിവസം പിന്നെ ലാസ്റ്റ് ഡേ പോകാൻ പറ്റിയിട്ടുള്ളൂ. ഇത് പിന്നെ എന്താ വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ടിലെ ഭദ്രകാളി ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭദ്രകാളി കയറും, അതാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനി ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ദേവീനെ എഴുന്നള്ളിക്കണം ആറാട്ടിൻ്റെ ഒരു ചെറിയ ക്ലിപ്പും കൂടി പറ്റിയതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ. ഇതാദ്യം അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് ആരതിയൊക്കെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ അവിടെയുള്ള വീടുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഈ പറയും നെല്ലും വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഇങ്ങോട്ട് പോണ സമയത്ത് എനിക്ക് താഴെ ഇറങ്ങി ചെല്ലാൻ പറ്റിയില്ല. ഞാൻ റെഡി ആയിരുന്നു അപ്പോഴേക്കും കുളിച്ച്. പക്ഷേ വസുകുട്ടി അന്ന് എന്തെന്നില്ലാത്ത ഉറക്കമായിരുന്നു ആ സമയത്ത്. ഈ ചെണ്ടമേളം ബഹളം ഒന്നും കേട്ടിട്ടോ കുട്ടി എണീച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വിളിച്ച് എണീപ്പിച്ച് വെയിലഴുകിച്ച് താഴെ കൊണ്ട് നിർത്തിയിരുന്നു കേട്ടോ. പശുക്കുട്ടി ഡാൻസ് കളിക്കണ്ടോ? ബാട്ടി രക്ഷിക്കണേ കൃഷ്ണ, അമ്മേ നാരായണ.
കുച്ച കുച്ച കുച്ച. എവിടെ കളിച്ച് ജില്ലമ്പടപട ജില്ലമ്പ ജില്ലമ്പടപട ജില്ലമ്പ.